ഹായ് മക്കളെ, മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പൂച്ചക്കുട്ടിയാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പൂച്ചക്കുട്ടിയെ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഇത്തിരി വരച്ചൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ വരയ്ക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആർക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയതാണ്. ഇനി ആരും വരയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട. നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. എങ്ങനെയാണ് ഈ സിമ്പിളായിട്ട് ഇത് വരയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേപ്പർ എടുക്കുക. അത് വരയുള്ളതായിരുന്നാലും വരയില്ലാത്തതായിരുന്നാലും ഒന്നും യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ഈ മക്കൾക്ക് ഏതിലാണ് വരയ്ക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചിരുന്നാൽ അങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക. പേപ്പറും എടുത്ത് പിന്നെ ഒരു പെൻസിൽ എടുക്കുക. നല്ല മുനയുള്ളൊരു പെൻസിൽ എടുക്കുക കേട്ടോ. നമ്മൾ കളറൊന്നും ചെയ്യുന്നില്ല, വെറുതെ പെൻസിൽ വെച്ച് മാത്രം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതാ ഒരു വട്ടം വരയ്ക്കാം. ഇങ്ങനെ ഒരു അത്യാവശ്യം ചെറുതല്ലാത്ത ഒരു വട്ടം വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ 2 കണ്ണ് വരയ്ക്കുക. അതിൻ്റെ അകത്ത് 2 ചെറിയ കൃഷ്ണമണി ഉണ്ടല്ലോ, അത് വരയ്ക്കുക. ഇനി നമുക്ക് ചെവി വരയ്ക്കണ്ടേ, അതിങ്ങനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ വീണ്ടും ഇപ്പുറത്ത് അതുപോലത്തെ ഒരു ചെവി വരയ്ക്കുക. പിന്നെ കണ്ണ് വരച്ചു. ഇനി നമുക്ക് മൂക്ക് വരയ്ക്കാം. ഇങ്ങനെ ഒരു വര കൊടുക്കുക. ആ വര ഇങ്ങനെ താഴോട്ട് ഈ 2 സൈഡിൽ നിന്ന് വരയ്ക്കുക. വരച്ചിട്ട് പിന്നെ മീശ പോലെ ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, ഇങ്ങനെ വരച്ചിട്ട് താഴ്ചുണ്ട് ഇങ്ങനെ വരയ്ക്കണം. ഏകദേശമൊക്കെ റെഡിയായല്ലേ, എളുപ്പമല്ലേ. പിന്നെ അതിൻ്റെ ഈ പൂച്ചയ്ക്ക് സൈഡിലൊക്കെ മീശയുണ്ടല്ലോ, ആ മീശ വരയ്ക്കാം. 1 2 3 അങ്ങനെ 3 മീശ വരച്ച് അതിൻ്റെ ഇപ്പുറത്തെ കവിളിലും 1 2 3 ഇങ്ങനെ 3 മീശ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വീണ്ടും ഒരു റൗണ്ട് പോലെ ഇങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് പിന്നെ അതിന് നമുക്ക് കാല് കൊടുക്കണ്ടേ. കാല് കൊടുക്കുന്നത് ഇങ്ങനെ യൂവിനെ നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കണം. ഇത്തിരി താഴോട്ട് വേണം വരയ്ക്കാനായിട്ട്. കാല് തറയിൽ തട്ടണ്ടേ. അപ്പോൾ ഇങ്ങനെ യു പോലെ വരയ്ക്കുക. അത് 2 കാല് നമുക്കത് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി അതിന് നമ്മളിപ്പോൾ 2 കാലേ വരയ്ക്കുന്നുള്ളൂ. ഇനി നമുക്കതിനൊരു വാല് വരയ്ക്കാം. ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഒരു വര നീട്ടി കൊടുക്കണം. ആ വര അവിടെ നിന്ന് ഇങ്ങനെ വളച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വാലിൽ നമുക്കിങ്ങനെ ചെറിയ ഓരോ ഡിസൈൻ പോലെ വര കൊടുക്കാം. എന്നാലല്ലേ നമുക്കൊരു വാല് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വാലിന് ഭംഗിയൊക്കെ വരുത്തി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൂച്ചയ്ക്ക് കഴുത്തിലൊരു മണി കെട്ടി കൊടുത്താലോ. ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ യു പോലെ നമ്മളിങ്ങനെ യു നീട്ടി വരച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഒരു മുത്ത് പോലെ ഇങ്ങനെ വരയ്ക്കുക. ഈസി അല്ലേ, സിമ്പിളല്ലേ. നമുക്കത് ഇവിടെ ഇങ്ങനെ W പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഏകദേശം പൂച്ചയൊക്കെ റെഡിയായി. അത്യാവശ്യം ഒരിത് നമുക്കിപ്പോൾ പൂച്ചയെ വരച്ച് കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം. അപ്പം നമ്മുടെ ഈ പൂച്ചയെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുമല്ലോ ഈ പൂച്ചയെ. ഇനി വരയ്ക്കാൻ ആരോടാന്നും പറഞ്ഞ് ആരും മാറി നിൽക്കണ്ട. നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയ ഒരു പൂച്ചക്കുട്ടിയാണിത്. എല്ലാവർക്കും പൂച്ചക്കുട്ടിയെ ഇഷ്ടപ്പെട്ടോ. അപ്പോൾ എങ്കിൽ എല്ലാവരും ഈ പൂച്ചക്കുട്ടിയെ വീട്ടിൽ വരച്ച് ട്രൈ ചെയ്യണം. വെക്കേഷനൊക്കെ അല്ലേ, നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കാം. നമുക്കും അറിയാം പൂച്ചക്കുട്ടിയെ വരയ്ക്കാൻ, എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കളും ഈ പൂച്ചക്കുട്ടിയെ ഒന്ന് വരച്ച് നോക്കണേ. എന്നിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.